ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു, വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യേശു ആര് എന്നുള്ള ആ ഒരു തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ, തിരുവചന ആലോചനയോടുള്ള ബന്ധത്തിലാണ്, ദൈവശാസ്ത്ര പഠനത്തോടുള്ള ബന്ധത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചായിരുന്നു. അത് നിങ്ങളെല്ലാവരും കേട്ട് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആ വചനങ്ങൾ അനുഗ്രഹമായി എന്നും ഞാൻ കർത്താവിൽ, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. അതിലൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനായിട്ട് വിട്ടുപോയി. നമ്മുടെ ഇടയിൽ, പലരുടെയും ഇടയിൽ പല തെറ്റിദ്ധാരണകൾ, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതിലൊരു തെറ്റിദ്ധാരണ, പല തെറ്റിദ്ധാരണകളുണ്ട്, അതിലൊരു തെറ്റിദ്ധാരണ, അത് പ്രധാനപ്പെട്ട, മറ്റുള്ളതൊക്കെ നമ്മൾ ഞാനത് വഴിയെ സാഹചര്യം അനുസരിച്ച് പറഞ്ഞോളാം. പക്ഷേ ഈ കഴിഞ്ഞ അതിൽ ഞാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു തെറ്റിദ്ധാരണ ഉള്ളൊരു കാര്യമാണ്. അത് പല ദുർവ്യാഖ്യാനങ്ങളും അതിൻ്റെയൊക്കെ പേരിലുണ്ട്, പല ആചാരങ്ങളും അതിൻ്റെ പേരിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പറയേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ആ ഒരു കാര്യം ആദ്യമായിട്ട് പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഇനിയിപ്പം അടുത്ത എപ്പിസോഡ്, ഇപ്പോൾ ഞാൻ പറയുന്നത് മുതലായത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, യേശുക്രിസ്തു ആര് എന്നുള്ള ക്യാപ്ഷനിൽ നിന്നുകൊണ്ട് അതിൻ്റെ ക്യാപ്ഷനായിട്ട് യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഇത് രണ്ടാമത്തതാണ്, യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്നുള്ള രണ്ടാമത്തെ ഭാഗമാണ്. അപ്പം ഇത് ഒരു യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 1-2 ഭാഗം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഏകദേശം ഒരു 5 മണിക്കൂർ, 5.5 മണിക്കൂറെങ്കിലും അതിൻ്റെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഏകദേശം, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഏകദേശമായിട്ടുള്ള ഒരു രൂപം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതൊരു 1-2 എപ്പിസോഡ് കൊണ്ട് തീരത്തില്ല. അപ്പോൾ തുടർമാനമായി ഇത് കാണുക. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഉൾപ്പെടുത്താൻ വിട്ടുപോയ കാര്യങ്ങൾ ആദ്യം ഞാൻ പറയട്ടെ. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അത് നിങ്ങൾ മുഴുവനും വായിക്കണം. മുഴുവനും വായിച്ചില്ലെങ്കിലും 10-ാം വാക്യം വരെയെങ്കിലും നിങ്ങളത് വായിക്കണം. ഞാൻ ആ ഉപദേശം മാത്രം പറയാം, സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഉപദേശം മാത്രം പറയാം. നിങ്ങൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെയും വായിക്കുവാൻ നിങ്ങളോട് കർത്താവിൽ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ അവിടെ വായിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് 5-ാം വാക്യം മുതലാണ്. അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ, 2 വാക്യങ്ങൾ, 5, 6, 7, 3 വാക്യങ്ങൾ. യഹൂദായിൽ ബെത്ലഹേം എന്ന ദാവീദ് പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായ്കയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഇവിടെ പല രീതിയിൽ, അതായത് ഈ 3 വാക്യത്തിൽ പല ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ ആചാരങ്ങളൊക്കെ ഉണ്ട്. ഈ വചനത്തെ കൂട്ടിമാട്ടി കളഞ്ഞിട്ട് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളിൽ ഈ 3 വാക്യങ്ങളിൽ പലവിധ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് അല്പമായിട്ടൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ എന്താണ്, യഥാർത്ഥമായിട്ടുള്ള ആ തിരുവചന പൊരുൾ എന്താണ്, അല്ലെങ്കിൽ അന്ന് സംഭവിച്ചത് എന്താണ്, യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് സംഭവിച്ചത് എന്താണ് എന്ന് നിങ്ങളെ ഒന്ന്, ശ്രോതാക്കളായിട്ടുള്ള മക്കളാകുവാൻ വിളിക്കപ്പെട്ടവർ, ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ താല്പര്യമുള്ള ജനത്തോട് ഞാൻ പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ യഹൂദായിലെ ബെത്ലഹേം എന്ന ദാവീദ് പട്ടണത്തിലേക്ക് അവർ പോയി. ഇങ്ങനെ പോകാനുള്ള കാരണം അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവർ പേര് ചാർത്തേണ്ടതിലാണ്. കാര്യം അവരുടെ രാജാവിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ടായി, അവർ പേര് ചാർത്തണമെന്നുള്ളത്. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ സമയത്തിൻ്റെ വിഷയമുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ പേര് ചാർത്തലിന് വേണ്ടിയാണ് അവർ ഇങ്ങോട്ട് വന്നത്. യഹൂദായിൽ നിന്ന് ബെത്ലഹേം എന്ന ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു.
അപ്പോൾ ഈ പ്രസവ സമയമായി, അതാണ് എൻ്റെ ആ വാക്യത്തിനകത്ത് പ്രസവ സമയമായി. കാര്യം അവരവിടെ അപ്പം ഒത്തിരി ജനങ്ങൾ, അതായത് നമുക്ക് ഇവിടെയൊക്കെ സെൻസസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന് ഈ കാലഘട്ടങ്ങളിൽ, ഈ ജനാധിപത്യ യുഗത്തിൽ ഇപ്പോൾ നമുക്ക് വീട്ടിൽ വന്ന് നമ്മുടെ സെൻസസ് എടുക്കും. പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. രാജകീയ ഭരണ സമയത്തിന് അതാത് പട്ടണങ്ങളിലേക്ക്, എത്ര ദൂരത്തുള്ളവരാണെങ്കിലും അതാത് പട്ടണങ്ങളിലേക്ക് ചെല്ലണമായിരുന്നു. അവർ ചെന്ന് പേര് കൊടുക്കണം, പേരെഴുതി രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അതായിരുന്നു അന്നത്തെ ഒരു രീതി അതായിരുന്നു. അപ്പോൾ ഇവർ ജോസഫിൻ്റെ പട്ടണം ഇവിടെ ആയതുകൊണ്ട് അവിടെ വന്ന് പേര് ചാർത്താൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് അവിടെ വന്നപ്പോൾ, അതായത് ബെത്ലഹേമിൽ ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് പോയി. ബെത്ലഹേം എന്ന ദാവീദിൻ്റെ പട്ടണത്തിൽ വന്നപ്പോഴത്തേക്ക് അവർ അവിടെ ഇരിക്കുമ്പോൾ, അതായത് അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക്, അതായത് മറിയയ്ക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അപ്പോൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. ആദ്യജാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ ആദ്യജാതൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മക്കൾ ജനിച്ചു. ആർക്ക്? മറിയയ്ക്ക് വീണ്ടും മക്കൾ ജനിച്ചു. അതാണ് ഈ ആദ്യജാതൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏകജാതൻ എന്നേ പറയത്തുള്ളൂ. ഒരു മകനാണ് ഉള്ളെങ്കിൽ ഏകജാതനായ മകനെ പ്രസവിച്ചു എന്നേ പറയത്തുള്ളൂ. ഇത് ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉപദേശ പിശക്. കാര്യം നമ്മളിന്ന് സാമുദായിക സഭകൾ പഠിപ്പിക്കുന്നത് യേശു മറിയ കന്യകയായിരുന്നു, യേശു മാത്രമാണ് അവർക്ക് പുത്രനായിട്ട് ഉണ്ടായിരുന്നത്. അത് തെറ്റായ ഒരു പഠിപ്പിക്കലാണ്. യേശുവിന് 3 സഹോദരന്മാരും കുറഞ്ഞത് 2 സഹോദരിമാരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സഹോദരന്മാരുടെ 3 പേരുടെ പേരും പറയുന്നുണ്ട്, പക്ഷേ സഹോദരിമാർ എന്നാണ് പറയുന്നത്. അപ്പം ഒന്നിലധികം, അപ്പോൾ രണ്ടോ അതിലധികം, നമ്മൾ 2 കൂട്ടിക്കഴിഞ്ഞാൽ 5 പേര്. അതിനുശേഷം യേശുവിൻ്റെ ജനനശേഷം മറിയ 5 പേരെ ഔസേപ്പിതാവിൽ നിന്ന് ഗർഭം ധരിച്ച് പ്രസവിച്ചിരുന്നു, 5 പേര്. അപ്പം ഒരിക്കലും ആ ഒരു ഉപദേശം തെറ്റ്. കാര്യം നിത്യകന്യക എന്നുള്ള ആ വിശേഷണമൊന്നും മറിയത്തിന് ചേരത്തില്ല. കാര്യം ഭർത്താവിൽ നിന്ന് തന്നെ മറിയ അതിനുശേഷം, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം 3 പുരുഷ പ്രജകളെയും 2 സ്ത്രീ പ്രജകളെയും, കുറഞ്ഞത് എത്രയാണെന്ന് അത് സ്ത്രീകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല, പക്ഷേ പുരുഷന്മാരുടെ പേരും എണ്ണവും പറഞ്ഞിട്ടുണ്ട് അവരുടെ. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഉപദേശം തെറ്റാണ്. സാമുദായിക സഭകളുടെ ആ ഒരു ഉപദേശം തെറ്റാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തുക. ആദ്യജാതനായ, ഇനി ഇവിടെ മറ്റ് സുവിശേഷങ്ങളിൽ അവരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. യൂദാ, യോസെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ സഹോദരിമാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഇവൻ യോസഫിൻ്റെ മകനല്ലേ, മറിയയുടെ മകനല്ലേ എന്നൊക്കെ പറയുന്ന കാര്യം അങ്ങനെ നമ്മളിതിനകത്ത് സുവിശേഷങ്ങൾ കാണുന്നുണ്ട്. അതുതന്നെയല്ല, യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലിക കാലത്ത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ ഒരു യാക്കോബ് എന്ന ഒരു ലേഖകൻ അത് യേശുക്രിസ്തുവിൻ്റെ സഹോദരനാണ്. അതായത് യേശുക്രിസ്തു കഴിഞ്ഞ് പിന്നെ ഉടനെ അത് കഴിഞ്ഞ് ജനിച്ച മറിയയിലും യോസഫിലും കൂടെ ജനിച്ച സഹോദരനാണ് യാക്കോബ് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വചനത്തിലുണ്ട്. അപ്പോൾ ആ ഒരു പഠിപ്പിക്കലും ചിന്തകളും തെറ്റാണ്. മറിയ കന്യകയല്ല, മറിയയ്ക്കും യോസേപ്പിതാവിനും വീണ്ടും മക്കളുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു മറിയയുടെ പുത്രനായ, യോസേപ്പിതാവിൻ്റെ പുത്രനല്ല, ദൈവത്തിൻ്റെ പുത്രനാണ്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ, അപ്പോൾ ഈ തെറ്റ് നിങ്ങൾ തിരുത്തണം. അങ്ങനെ ഉള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ അത് തിരുത്തണം. മറിയയ്ക്ക് വീണ്ടും അവർക്ക് യേശുവിനെ 3 സഹോദരന്മാരും 2 സഹോദരന്മാരും എങ്കിലും കുറഞ്ഞത് ഉണ്ടായിരുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അത് ഓക്കെ. പ്രസവത്തിനുള്ള കാലം കഴിഞ്ഞ് ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഇവിടെയും ഒരു ദുർവ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. കാര്യം യേശുക്രിസ്തു പ്രസവിച്ചത് കാലിത്തൊഴുത്തിലാണ്, പശുത്തൊഴുത്തിലാണ്, പശുക്കളെ ഇടുന്ന തൊഴുത്തിലാണ് എന്നൊക്കെയാണ് ഒരു പഠിപ്പിക്കൽ. പക്ഷെ ഒരിക്കലും യേശുക്രിസ്തുവിനെ മറിയ പ്രസവിച്ചത് പശുത്തൊഴുത്തിലല്ല, കാലിത്തൊഴുത്തിലല്ല. അവർ വരുന്ന വഴിയമ്പലത്തിൽ കണ്ടോ, ഇവിടെ പറയുന്നത് അവർക്ക് സ്ഥലമില്ല, ചുറ്റി പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അപ്പം വഴിയമ്പലത്തിൽ പോലും സ്ഥലം കിട്ടിയില്ല.
വഴിയമ്പലത്തിൽ പോലും ഇവർക്കൊന്ന് പാർക്കാനായിട്ട്, ഒന്ന് ഉറങ്ങാനായിട്ട് അവർക്ക് സ്ഥലം കിട്ടില്ല. പ്രത്യേകിച്ച് ഗർഭിണിയായ ആ ഒരു സഹോദരിയെ അവർക്ക് ഒരു പരിഗണനയും അവരാരും അന്നുണ്ടായിരുന്ന യഹൂദന്മാർ ഒരു പരിഗണന പോലും അവർക്കറിയിച്ചാൽ അവിടെ അത്രയ്ക്ക് തിരക്കായിരുന്നു. കാര്യം ഈ പേര് ചാർത്താൻ വന്നിരിക്കുകയാണല്ലോ, അപ്പോൾ അത്രയ്ക്ക് തിരക്കുണ്ട്. പക്ഷേ എങ്കിലും ഒരു ഗർഭിണിയോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ പോലും ആരും കാണിച്ചില്ല. അവർക്ക് അവിടെ വഴിയമ്പലത്തിലൊന്നും കിട്ടില്ല. അപ്പോൾ എവിടെയായിരിക്കും പ്രസവിച്ചത്? തെരുവിലാണ് പ്രസവിച്ചത്. തെരുവിൽ, അതായത് വഴിയിലാണ് പ്രസവിച്ചത്. കൃത്യമായിട്ട് ഈ വചനം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. യേശുക്രിസ്തുവിൻ്റെ ജനനം തെരുവിലായിരുന്നു, വഴിയിലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ അണ്ഡഘടാകത്തിൻ്റെ മുഴുവനും ഉടമസ്ഥനായ, യജമാനനായ, സൃഷ്ടാവായ, പരിപാലകനായ ആ ദൈവത്തിന് ഈ ഭൂമിയിൽ വന്നപ്പോൾ ജനിക്കുവാനൊരു സ്ഥലമില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അത്രയ്ക്ക് തന്നെത്താൻ ശൂന്യനാക്കി. ഒന്നാലോചിച്ച് നോക്ക്. നമ്മൾ ആരെങ്കിലും മനുഷ്യവർഗത്തിൽ പിറന്നിട്ടുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ ചെയ്യുക? ഇത്രയും മഹത്വത്തിലായിരുന്നു, ഇത്രയും അധികാരത്തിലായിരുന്നു, ഇത്രത്തിലും തേജസ്സിലായിരുന്ന താൻ ദൈവമായിരുന്ന താൻ തന്നെ ഇത്രയും താണു വന്ന് ജനിക്കുവാനായിട്ട് തൻ്റെ സൃഷ്ടിയായ താൻ സൃഷ്ടിച്ച ഭൂമിയിൽ ഒന്ന് ജനിക്കുവാനൊരു സ്ഥലമില്ല, എന്നിട്ട് തെരുവിൽ ജനിക്കേണ്ടത് വേണം. അതെന്തിനു വേണ്ടിയാണ്? നമ്മോടുള്ള സ്നേഹമാണ്. നമ്മെ രക്ഷിക്കുവാൻ, നാം ചെയ്ത പാപത്തിൻ്റെ പരിഹാരം വരുത്തി നമ്മെ രക്ഷിക്കുവാനായിട്ട് ആണ് ദൈവം ആ ത്യാഗം ചെയ്തത്. അപ്പം നമ്മൾ ആ ദൈവസ്നേഹത്തെ, ആ ദൈവത്യാഗത്തെ ഒരിക്കലും നിരസിക്കുകയും അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ അവഹേളിക്കുന്ന രീതിയിൽ, യേശുക്രിസ്തുവിനെ നിന്ദിക്കുന്ന രീതിയിൽ, യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും അപമാനിക്കുകയും പരിഹസിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന രീതിയിൽ ആരും പ്രവർത്തിക്കരുത്. അത് ദൈവം മുൻപാകെ വലിയ അപരാധമാണ്. കാര്യം നിങ്ങൾ ഇപ്പം ദൈവസഭയെയും ദൈവമക്കളെയും ദൈവത്തിൻ്റെ അഭിഷിക്തരെയൊക്കെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ ഉപദ്രവിക്കുന്നത് ആ ജഡരക്തത്തെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ അവരെ അല്ല നിങ്ങൾ ഉപദ്രവിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ ഉപദ്രവിക്കുന്നത് ദൈവത്തെയാണ്. നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തെ തന്നെയാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്. അത് കർത്താവ് തന്നെ, യേശുക്രിസ്തു തന്നെ തൻ്റെ ഈ ഭൂമിയിലെ ഐഹിക ജീവിതകാലത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങൾ നമ്മൾ അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ ആ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരായ പ്രിയപ്പെട്ട ജനമേ, നിങ്ങളൊരിക്കലും യേശുക്രിസ്തുവിനെ നിന്ദിക്കരുത്, അപമാനിക്കരുത്, നിഷേധിക്കരുത്, പരിഹസിക്കരുത്. അതുപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും നിങ്ങൾ സ്നേഹിക്കണം. അവരെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കരുത്. ദൈവസഭയെയും, ക്രിസ്തുയേശു തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭയെയും നിങ്ങളാരും ഉപദ്രവിക്കരുത്. അറിഞ്ഞോ അറിയാതെയോ പോലും നിങ്ങൾ ഉപദ്രവിക്കരുത്. അത് ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ എന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ, യേശുക്രിസ്തു ജനിച്ചത് പശുത്തൊഴുത്തിലോ വഴിയമ്പലത്തിലോ അല്ല, വഴിയോരത്താണ്. അതായത് വഴിയോരത്താണ് യേശുക്രിസ്തു ജനിച്ചത്. എന്നിട്ട് അവിടുന്ന് എന്നിട്ട് അവിടുന്ന് പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുമ്പോൾ പോലും അവർക്കൊരു പരിഗണന കിട്ടിയില്ല. വഴിയമ്പലത്തിൽ ഒരു പ്രസവിച്ചൊരു കൈക്കുഞ്ഞ്, ചോരക്കുഞ്ഞാണ്. അതിനെ ഒന്ന് കിടത്താൻ അവരാരും അനുവദിച്ചില്ല. കാര്യം സ്ഥലമില്ലായിരുന്നു. അവിടെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായിരുന്നു. അവർക്കൊരു പരിഗണന കൊടുത്തുമില്ല. കാര്യം നമ്മളിപ്പം ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ആരാണെങ്കിലും പ്രസവിച്ച ഗർഭിണികൾക്ക് നമ്മളെല്ലാവരും പരിഗണന കൊടുക്കും. മനുഷ്യത്വമുള്ള സകല മനുഷ്യരും ഗർഭിണികളായ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തില്ല. പ്രസവിച്ചതിന് ശേഷവും അവർക്ക് പരിഗണന കൊടുത്തില്ല. അങ്ങനെ വഴിയമ്പലത്തിൽ സ്ഥലം കിട്ടായികയാൽ അവർ ശീലകൾ ചുറ്റി, യേശുക്രിസ്തുവിനെ ശീലകൾ കൊണ്ട് പൊതിഞ്ഞു. കാര്യം മഞ്ഞുണ്ടാകാം, മഞ്ഞ് തണുപ്പുണ്ടാകാം. അത് തന്നെയല്ല, കുഞ്ഞല്ല, ജനിച്ചതിൻ്റെ അല്ലേ ഉള്ളൂ. നമ്മൾ ഇപ്പം വെളിയിലേക്ക് വന്നാലേ ഉള്ളൂ. അപ്പോൾ അതിന് കുഞ്ഞുങ്ങളാവശ്യം ശീല ചുറ്റി. ശീല തുണിയെന്നാണ്. അപ്പോൾ ശീല എന്ന് വെച്ചാൽ തുണി ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിലെന്നാണ് ഇവിടെ കിടക്കുന്നത്. പശുത്തൊഴുത്തിൽ, അതായത് വൈക്കോല് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു താൽക്കാലിക സംവിധാനം. തൊട്ടിയല്ലത്. വൈക്കോലൊക്കെ കൊണ്ട് പശുവിന് കൊടുക്കാനിട്ടിരുന്ന വൈക്കോല് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വൈക്കോൽ ചുറ്റിക്കെട്ടി ഈ കിളികൾ കൂടൊക്കെ ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ അത് സംഭവം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ശീല വിരിച്ചിട്ട് അവിടെ കിടത്തി. ഒരു തൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. പശുത്തൊട്ടിയിൽ കിടത്തി. അപ്പോൾ ഇതാണ് ഈ വാക്യത്തോടുള്ള ബന്ധത്തിലുള്ള നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകളും കാര്യങ്ങളും എല്ലാം മാറിക്കാണും. ശരിയായിട്ടുള്ള വചന വ്യാഖ്യാനം നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കാണുന്നത്
നമ്മൾ മത്തായിയുടെ സുവിശേഷമാണ് നമ്മൾ ക്രമപ്രകാരം വായിക്കേണ്ടതാണെങ്കിൽ മത്തായിയുടെ സുവിശേഷമാണ് വായിക്കേണ്ടത്. എന്നാൽ നമ്മൾ അവിടെ ഇപ്പോൾ നമ്മൾ ക്രമപ്രകാരം വായിക്കുന്ന അതായത് യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ഇതിൽ വരുമ്പോൾ ശൈശവ കുഞ്ഞായിരിക്കുമ്പോൾ കാര്യങ്ങൾ തൊട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം തൊട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം മത്തായിയും കഴിഞ്ഞ് മർക്കോസും കഴിഞ്ഞ് ലൂക്കോസിൻ്റെ സുവിശേഷം പറഞ്ഞു. കാര്യം ലൂക്കോസ് ഒരു വൈദ്യനും അതുപോലെ കാര്യങ്ങളെക്കുറിച്ച് അധികം പഠിച്ചിട്ട്, അതായത് ഗഹനായത് എന്താ പറയണത്, പരിശോധനകൾ നടത്തി വളരെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ ശേഖരിച്ചതിന് ശേഷം ആധികാരികമായി ചരിത്രപരമായിട്ട് എഴുതി ചരിത്രവുമായി ബന്ധപ്പെടുത്തി എഴുതിയതാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം. അത് നമ്മൾ ആ ലൂക്കോസ് എഴുതിയ സുവിശേഷം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്കത് ബോധ്യമാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് ബോധ്യമാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ കാലത്ത് നമ്മൾ വായിച്ച സ്ഥലത്ത് തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം, ആ കാലത്ത് ലോകമൊക്കെയും പേറുവഴി ചാർത്തണമെന്ന് ഔഗോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ക്രോന്യാസ് സുറിയാ നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്തൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. ഉണ്ടാവും. അപ്പോൾ ഈ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ആരാണോ രാജ്യം ഭരിച്ചിരുന്നത്, സഹരാജ്യങ്ങൾ ഭരിച്ചിരുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ന്യായാധിപം, അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലൂക്കോസ് കാര്യങ്ങൾ എഴുതിയത്. അപ്പോൾ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൂടെയാണ് ആദ്യം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളത് മനസ്സിരുത്തി വായിക്കണം. ആ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അതല്ല, 2-ാം അധ്യായം മുഴുവൻ വായിച്ചോ, കാര്യം നല്ലതാണ്. കാര്യം അവിടെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയുന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ചിന്തിക്കാൻ പോകുന്ന ഭാഗങ്ങളും അവിടെ തന്നെയാണ്. അപ്പം അവിടെ പിന്നെ ഇടയന്മാർക്ക് ദൈവദൂതൻ്റെ പ്രത്യക്ഷതയുണ്ടായി. ആ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഈ അത്യുന്നതനായ ദൈവത്തിൻ്റെ ആ സ്വർഗത്തിലെ ദൂത് സ്വർഗീയ ദൂതന്മാർ ഇടയന്മാരോട് അറിയിച്ചു. അവർ വന്ന് കർത്താവിനെ കണ്ടു. ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു ദൂതന്മാർ, അത്യുന്നതങ്ങൾ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നുള്ള ആ ഒരു ദൈവിക സന്ദേശം അറിയിച്ചു, ആശംസ അറിയിച്ചു. അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. 15 മുതലുള്ള വാക്യങ്ങളിലാണ് അതങ്ങനെ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. അപ്പം ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതെല്ലാം ആട്ടിടയന്മാർ വന്ന് യേശുക്രിസ്തുവിനെ വന്ന് അവർ പിന്നെ കാലിത്തൊഴുത്തിൽ വന്ന് യേശുക്രിസ്തുവിനെ കണ്ട് വന്നിച്ച് സന്തോഷിച്ച് കാഴ്ചയൊക്കെ അർപ്പിച്ച് അവർ മടങ്ങിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2-ന്റെ-21 നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് 2-ന്റെ-21 പരിച്ഛേദന കഴിയാനുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പരിച്ഛേദന കഴിക്കണം. പരിച്ഛേദന എന്നുള്ളത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തിലുള്ളൊരു കൽപ്പനയാണ്. ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം 8-ാം ദിവസം പരിച്ഛേദന കൊടുക്കണം. ആൺകുഞ്ഞുങ്ങൾക്ക് പരിച്ഛേദന കൊടുക്കുന്നുള്ള ദൈവത്തിൻ്റെ നിയമമാണ്. അതായത് ഇസ്രായേൽ ജനത്തിനുള്ള ദൈവം കൊടുത്ത നിയമമാണ് പരിച്ഛേദന എന്നുള്ള 8-ാം ദിനം പരിച്ഛേദന ഏൽക്കണമെന്നുള്ളത്. അത് താഴത്തേക്കുള്ള വാക്യത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പരിച്ഛേദന ഏൽക്കണം. ഇത് ന്യായപ്രമാണമാണ്. അതായത് 2-ാം അധ്യായം 23-ാം വാക്യവും 39-ാം വാക്യവും വായിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവം കൊടുത്തിരുന്ന കൽപ്പനയാണെന്നുള്ളത് അവിടെ ആ വാക്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് 2-ാം അധ്യായം 23-ാം വാക്യവും 39-ാം വാക്യവും വാക്യത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ മനസ്സിലാവും. അപ്പോൾ ആ പരിച്ഛേദന കഴിപ്പാനായിട്ട് അവർ പള്ളിയിൽ വന്നു ആ പരിച്ഛേദനയുടെ നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് ആ യാഗങ്ങൾ മറ്റൊക്കെ അതിൻ്റെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അതൊക്കെ ഇവിടെ താഴെ ഇവിടെ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ നിയമങ്ങളെല്ലാം അവർ അനുസരിച്ചുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഇവർ പള്ളിയിൽ ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവിടെ ശീമോൻ എന്നുള്ള ഒരു വ്യക്തിയുണ്ട്. ശീമോൻ അത് കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അതായത് 26-ാം വാക്യം 2-ാം അധ്യായം ലൂക്കോസിൻ്റെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷമാണ് കേട്ടോ, മറക്കരുത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 26-ാം വാക്യം. അപ്പോൾ അവിടെ ക്രിസ്തുവിനെ
കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിട്ട് അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിലേക്ക് ചെന്നു. അതായത് ശീമോൻ എന്നാണ് അതിൻ്റെ ഈ 25-ാം വാക്യത്തിൽ അവൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ശീമോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അവൻ ആത്മാവിൽ വിവശനായി ദേവാലയത്തിലേക്ക് ചെന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ പ്രകാരം ഉണ്ടോ 27-ാം വാക്യം, ന്യായപ്രമാണ പ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവനെ കയ്യിൽ, അതായത് യേശുവിനെ ഈ ശീമോൻ കയ്യിൽ ഉയർത്തി ദൈവത്തെ പുകഴ്ത്തി, ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, ഇപ്പോൾ നാഥ, തിരുവചനപ്രകാരം നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും അങ്ങയുടെ ജനമായ ഇസ്രയേലിൻ്റെ മഹത്വവുമായ അങ്ങ് സകല ജാതികൾക്കും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ബാക്കിയുണ്ട്, അതിപ്പോൾ അത് ഞാൻ പിന്നെ വായിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ തിരുവചനത്തെക്കുറിച്ച് അല്പം ഒന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ശീമോൻ എന്നുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റോമാ സാമ്രാജ്യമല്ല, ഗ്രീക്ക് സാമ്രാജ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നുണ്ടായിരുന്ന ആ ഗ്രീക്കിൻ്റെ സംസ്കാരം എല്ലായിടത്തും, ഞാൻ ആ ചരിത്രത്തെ ചുരുക്കി പറയുകയാണ്, ഗ്രീക്കിൻ്റെ സംസ്കാരം എല്ലായിടത്തും പിന്നെ ലോകാവസാനം വരെയൊക്കെ നിലനിൽക്കേണ്ടതിന് അവർ ആ ഭാഷ ഭാഷ എല്ലാവരും, ഗ്രീക്ക് ഭാഷ എല്ലാവരും പഠിക്കണമെന്നുള്ളൊക്കെയുള്ള ഒരു നിയമവും കാര്യങ്ങളൊക്കെ ലോകം ഭരിക്കുന്ന ലോകാധിപതി കൊണ്ടുവന്നു. അങ്ങനെ ഈ എല്ലാ മതഗ്രന്ഥങ്ങളും ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത് എബ്രായ അവരെഴുതിയ ആ പുരാതന ആദിമ കയ്യെഴുത്ത് പ്രതികളെല്ലാം ഏതാണോ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് അതെല്ലാം ഗ്രീക്കിലേക്ക് ആക്കിയിട്ട് ലൈബ്രറിയിൽ അത് സൂക്ഷിച്ചു വയ്ക്കുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഒരു കൽപ്പന രാജകൊട്ടാരത്തിൽ നിന്നും സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാവ്, അതായത് ഗ്രീക്ക് സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാവിൽ നിന്നുണ്ടാകുകയും അങ്ങനെ വന്നു. അപ്പം ആ സമയത്ത് ഇവരെല്ലാവരും ചിതറിപ്പോയി. കാര്യം ഇവർക്ക് കൂട്ടായ്മയിലല്ല, രാജ്യം നഷ്ടപ്പെട്ടു പോയില്ല. അപ്പോൾ ഇവർക്ക് രാജ്യമില്ല. റോമർ വന്ന ഇവർ പലായനം ചെയ്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഇസ്രായേൽ ജനത്തിന് രാജ്യമില്ല, അവർ പല രാജ്യങ്ങളിലായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പം ഇരിക്കുന്ന അവസ്ഥ ഇപ്പം ഈ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്തുള്ള സാമ്രാജ്യത്വം എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യമാണ്. അപ്പം അതിന് മുൻപുള്ള സംഭവമാണ്. അപ്പോൾ അവിടെ ഈ സെപ്റ്റുവജൻ്റ് എന്ന് പറയുന്നത്, സെപ്റ്റുവജൻ്റ് അതായത് ഇതെല്ലാം കൂടി ഈ എബ്രായ, അരാമിയ, അതായത് വിശുദ്ധ വേദ പുസ്തകം, പഴയ നിയമ പുസ്തകം ഞങ്ങളെല്ലാം ഏത് ഭാഷയിലാണ്, എബ്രായ ഭാഷയിലാണ് കൂടുതലും എഴുതിയെങ്കിലും അരാമിയ ഭാഷയിലും എഴുതിയെന്ന് പറയുന്നുണ്ട്. അരാമിയ ഭാഷ യേശുക്രിസ്തു ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് അരാമിയ ഭാഷ. അപ്പം ഏതെങ്കിലും ആ ഭാഷകളെന്നെല്ലാം മാറ്റിയിട്ട് അതെല്ലാം സെപ്റ്റുവജൻ്റ്, അതായത് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. അതിനാണ് സെപ്റ്റുവജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെപ്റ്റുവജൻ്റിൽ തർജ്ജമ ചെയ്തപ്പോഴത്തേക്ക് അതിലുണ്ടായിരുന്നൊരു പണ്ഡിതനാണ് ഈ ശീമോൻ. ഈ സെപ്റ്റുവജൻ്റ് എന്ന, അതായത് യേശുക്രിസ്തുവിന് വർഷങ്ങൾക്ക് മുൻപ്, അദ്ദേഹത്തിൻ്റെ പ്രായം വളരെ അധികമുണ്ട്, പ്രായത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ഇത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ശീമോൻ ഈ സെപ്റ്റുവജൻ്റ് അതായത് ബൈബിൾ പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. അപ്പോൾ ഈ ഭാഗങ്ങൾ, അതായത് ആ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള യെശയ്യാ പ്രവചനത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം വായിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സംശയം വന്നു. ഇതൊരിക്കലും നടക്കത്തില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സംശയത്തോടുകൂടി ആ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുവാനും ആ കാര്യം എഴുതാതിരിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് മനസ്സിങ്ങനെ വെച്ചിട്ട് ഞാനിത് എഴുതത്തില്ല, ഇതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല, യേശുക്രിസ്തുവിൻ്റെ ജനനം ഇങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്നുള്ള നിലയിൽ അദ്ദേഹം ചിന്തിക്കുകയും ആ ഭാഗം തർജ്ജമ ചെയ്യാതിരിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് രാത്രി ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത നൽകുകയും, നീ ഈ രക്ഷകനെ കാണുന്നത് വരെയും, നിൻ്റെ കണ്ണ് ഈ രക്ഷകനെ കാണുന്നത് വരെയും നീ മരിക്കുകയില്ല എന്നുള്ള ഒരു ആലോചന ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം ദൈവത്തിൻ്റെ ദൂതൻ ഈ ശീമോനോട് അറിയിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇത് ബൈബിളിലുള്ള കാര്യമല്ല, ചരിത്രം പറയുന്നതാണ്. അപ്പം അതും പ്രകാരമാണ് ഈ ശീമോൻ ഈ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം 8-ാം ദിവസം ന്യായപ്രമാണ പ്രകാരം
പരിച്ഛേദന ഏൽക്കേണ്ടതിന് ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ഈ ശീമോനെ പരിശുദ്ധാത്മാവ് അവിടേക്ക് കൊണ്ടുവരികയും യേശുക്രിസ്തു എന്ന രക്ഷകനെ, ലോകരക്ഷിതാവിനെ തൻ്റെ കണ്ണാൽ കാണുകയും ആ വിശ്വാസം അദ്ദേഹം പ്രഖ്യാപിക്കുകയും അദ്ദേഹം ദൈവരാജ്യത്തിന് യോഗ്യനായി തീരുകയും ചെയ്തു. അതിവിടെ കാണുന്നുള്ളൂ. അതാണ് നമ്മൾ അതിൻ്റെ 30 വരെയുള്ള ഇപ്പോൾ, അതായത് 29 മുതലുള്ള വാക്യങ്ങൾ. ഇപ്പോൾ നാഥ, തിരുവചനപ്രകാരം അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുക. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും അങ്ങയുടെ ജനമായ ഇസ്രയേലിൻ്റെ മഹത്വവുമായ അങ്ങ് സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന അങ്ങയുടെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. കണ്ടോ? അപ്പോൾ ദൈവം കൊടുത്തിരുന്ന ആ വാഗ്ദാനം, ആ ആലോചന ഇവിടെ നിവൃത്തിയായി. അപ്പോൾ ഇനി മരിക്കുവാൻ, ഇനി എന്നെ അങ്ങോട്ട് ദൈവസന്നിധിയിലേക്ക് വയ്ക്കുക. അത്രയും വയോധികനായത്. അപ്പോൾ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. അദ്ദേഹം മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാണ് അവിടെ എന്നെ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. അതാണ് ഇപ്പോൾ ശീമോൻ. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിശദീകരണങ്ങൾ പിന്നീടുള്ള പിന്നീടുള്ള എപ്പിസോഡുകളിലൊക്കെ ഉണ്ടാകും. ഇപ്പോൾ അത് ഇവിടം കൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ അങ്ങനെ ശീമോൻ നമ്മൾ പിന്നെ ഇവിടെ 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. സ്വന്തം ജനത്തിനുള്ള രക്ഷകനും അതുപോലെ ജാതീയ ജനത്തിനുള്ള അങ്ങനെ സകല ജനത്തിനുമുള്ള, അതായത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രയേലിൻ്റെ രക്ഷകനും രാജാവും രക്ഷകനും അതുപോലെ തന്നെ ജാതിയരുടെ രാജാവും രക്ഷകനും തന്നെയാണ് യേശുക്രിസ്തു എന്നുള്ളതിൻ്റെ തിരുവചനം വളരെ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങൾ, ഈ 2 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് നന്നായിട്ട് വായിക്കണം. ഈ 2-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം നിങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാനായിട്ട് ധാരാളമായിട്ട് 2-3 പ്രാവശ്യം വായിച്ചാലും അല്ലെങ്കിൽ പല ആവർത്തി വായിച്ചാലും അത് നിങ്ങൾക്കൊരു നഷ്ടമാകത്തില്ല. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അറിയുവാനായിട്ട് ഒപ്പത്തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനുള്ള. പിന്നെ ശീമോൻ്റെ സാക്ഷ്യം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യേശുക്രിസ്തു വളർന്നു. ഇനി അവിടെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വളർച്ച 28 മുതൽ 2-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. 28 മുതൽ അതും മറ്റേ ശീമോൻ്റെ കാര്യമാണ്. 28-ലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ശീമോൻ്റെ ആ കാര്യങ്ങളാണ് അവിടെ ഇത് പറയുന്നത്. അപ്പോൾ അവിടെ ഇവിടെ 28 അല്ല 40 ന്യായപ്രമാണം കൽപ്പിച്ചിരിക്കുന്നതൊക്കെ നിവർത്തിച്ച ശേഷം അവർ ഗലീലയിലേക്ക് ഇപ്പോൾ ഈ ന്യായപ്രമാണ പ്രകാരമുള്ള പരിച്ഛേദന കഴിച്ചു. അതായത് ദേവാലയത്തിൽ അവർ വന്ന് ന്യായപ്രമാണ പ്രകാരമുള്ള പരിച്ഛേദന കഴിച്ചു. അതിൻ്റെ കർമാചാരങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ, അതായത് ഈ ഔസേപ്പിതാവും മറിയയും കൂടി, ഈ ഔസേപ്പും മറിയയും കൂടി യേശുവിനെയും കൂട്ടിക്കൊണ്ട് ആ പൈതലായ ശിശുവായ 8 ദിവസം പ്രായമായ യേശുവിനെയും കൂട്ടിക്കൊണ്ട് അവർ തിരിച്ചങ്ങോട്ട് പോയി. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ 29-ാം വാക്യത്തിൽ, 2-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഗലീലെ തങ്ങളുടെ പട്ടണമായ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ തിരിച്ച് അവർ അവരുടെ വീടായ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ അവിടെ വെച്ച് നടക്കുകയാണ്. പിന്നെ 40-ാം വാക്യം, പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞ് ദൈവത്തിൽ ബലപ്പെട്ടു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ ഒരു ഇതെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ആ വളർച്ചയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ തലമുറകളെ, നമ്മളെപ്പോഴും തലമുറകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ, നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളെ ദൈവീക ചൈതന്യത്തിലും ദൈവീക ചിന്തകളിലും ദൈവീക നിയോഗത്തിലും ദൈവീക സ്നേഹത്തിലും വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇവിടെ കണ്ട പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു. ജ്ഞാനമെന്ന് പറയുന്നത് ദൈവീക ജ്ഞാനമാണ്. ആത്മാവിൽ ബലപ്പെട്ടു. ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായി. ദൈവകൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. അതായത് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പൂർണ്ണത എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പം നമ്മൾ ഇതേപോലെ തന്നെ നാമും തലമുറകളെ വളർത്തിക്കൊണ്ട് വരണം. നാം മുതിർന്നു വരുമ്പോൾ നാം നന്മയും തിന്മയും തിരിച്ചറിവാകുവാൻ പ്രായമാകുന്ന സമയത്ത് നമ്മളും അതുപോലെ തന്നെ ഓരോ യുവജനങ്ങളും ഓരോ യൗവനക്കാരും അപ്രകാരം തന്നെ ദൈവത്തിൻ്റെ സന്നിധി യഥാർത്ഥ സത്യദൈവത്തെ അറിഞ്ഞ് സത്യദൈവത്തിൻ്റെ ആ ഉപദേശം സ്വീകരിച്ച് സത്യദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് വേണം വളർന്നു വരുവാൻ. അങ്ങനെയാണ് യേശുക്രിസ്തു അതിനൊരു മാതൃക വച്ചിരിക്കുക. ഇവിടെ എങ്ങനെയാണ് വളരേണ്ടത് യുവജനം, യൗവനക്കാർ, ശിശുക്കളെ എങ്ങനെ മാതാപിതാക്കൾ വളർത്തണം, അവർ തിരിച്ചറിവായി കഴിഞ്ഞാൽ അവരെങ്ങനെ വളർന്നു വരണം എന്നൊക്കെയുള്ളത് എന്നെ മാതൃക കാണിച്ചു തരാൻ യേശുക്രിസ്തു എന്നെ മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പം പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു ദൈവത്തിൻ്റെ അത്യന്ത ധനമാണ്. കൃപയുടെ അത്യന്ത ധനം. ആ അത്യന്ത ധനത്താൽ യേശുക്രിസ്തു നിറഞ്ഞു പോകുന്നു. അത് അനുദിനം സംഭവിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ആത്മാവിൽ ബലപ്പെട്ടു ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. അപ്പം ആത്മാവിൽ ബലപ്പെട്ടു. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവില്ല. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിനെ യെരുശലേമിലേക്ക് പോകുക. അതായത് പെസഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നുപോക്കെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മിസ്രയീം അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം ദൈവം മോചിപ്പിച്ചു കൊണ്ടുവരുന്ന ആ ഒരു കാര്യത്തിൻ്റെ ഓർമ്മയാചരണമാണ് ഈ പെസഹ എന്ന് പറയുന്നത്. പെസഹ എന്ന് പറഞ്ഞാൽ കടന്നു പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. പുറപ്പെട്ടു പോകുക, കടന്നു പോകും എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പെസഹായെക്കുറിച്ച് തന്നെയുള്ള ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അത് പിന്നീട് നിങ്ങൾക്ക് അത് കുറച്ച് സമയം കഴിയുമ്പോൾ, ഇത് നമ്മളിപ്പം പഠിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, രക്ഷിക്കപ്പെട്ടവർക്കുള്ളത്. ഇനി രക്ഷിക്കപ്പെടാത്തവർക്കും ഇത് കേൾക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടണം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം, നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം, നിത്യജീവൻ്റെ പ്രമാണം എന്താണെന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ആദ്യത്തെ 10 എപ്പിസോഡുകൾ അതാണ്. എൻ്റെ ആദ്യത്തെ 10 എപ്പിസോഡുകൾ അതാണ്. അപ്പോൾ അത് നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എപ്പിസോഡ് കണ്ട് രക്ഷിക്കപ്പെടണം. ആ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. ആ എപ്പിസോഡ് ഏതെങ്കിലും ഒന്ന് കണ്ട്, അല്ലെങ്കിൽ എല്ലാം കാണുമെങ്കിൽ എല്ലാം കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെടണം. പാപത്തിൻ്റെ കുറ്റത്തിലും ശിക്ഷയിൽ നിന്ന് നിങ്ങൾ വിമോചനം പ്രാപിക്കണം. നിത്യമരണത്തിൽ നിന്ന് നിങ്ങൾ വിമോചനം പ്രാപിക്കണം. അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ആ എപ്പിസോഡുകൾ രക്ഷിക്കപ്പെടാത്തവർ ആ എപ്പിസോഡ് കണ്ടാൽ മതി. അതുപോലെ ചെയ്യുക. അതിൽ പറഞ്ഞിരിക്കുന്ന തിരുവചനം പോലെ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം പൈതൽ അവർ അങ്ങനെ പതിവ് പോലെ പെരുന്നാളിന് വന്നു. പെസഹ പെരുന്നാൾ ആചരിക്കുവാൻ യെരുശലേമിലേക്ക് വന്നു. അവരെല്ലാവരും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഈ പെസഹ പെരുന്നാളിന്, അതായത് അവർക്ക് 7 പെരുന്നാളുകളുണ്ട്. ഈ 7 പെരുന്നാളുകൾക്കും പുരുഷന്മാരും ചിലപ്പോൾ സ്ത്രീകളും കുടുംബസമേതമൊക്കെ യെരുശലേമിൽ വന്ന് ഈ പെരുന്നാൾ ആചരിക്കുമായിരുന്നു. പുരുഷന്മാർ നിർബന്ധമായിട്ടും വന്നിരിക്കണമെന്നും ദൈവത്തിൻ്റെ ന്യായപ്രമാണ കൽപ്പന ഉള്ളതാണ്. അത് ഉണ്ട്. അപ്പം അതും പ്രകാരം ഇവരവിടെ വന്നപ്പോൾ യേശുക്രിസ്തുവിന് അന്ന് 12 വയസ്സുണ്ട്. അപ്പോൾ 12 വയസ്സായി. നമ്മൾ മുകളിലത്തെ വാക്യം കണ്ടല്ലോ, അത് 40-ാം വാക്യം. അപ്പോൾ അവിടെ വളർന്ന് 12 വയസ്സായി. 12 വയസ്സ് വരെ. അപ്പോൾ 12-ാമത്തെ വയസ്സിൽ വന്നപ്പോഴത്തേക്ക് നടന്നൊരു സംഭവമാണ് ഇവിടെ അങ്ങനെ വന്ന് അവർ യെരുശലേമിൽ വന്ന് ഈ പെസഹ പെരുന്നാളും മറ്റ് പെരുന്നാളുകളൊക്കെ ആ തിരുനാളുകളൊക്കെ ആഘോഷിച്ചതിന് ശേഷം ഇവർ തിരിച്ച് മടങ്ങിപ്പോകുമ്പോൾ യേശുക്രിസ്തു അവിടെ മിസ്സായിപ്പോയി. അതായത് നഷ്ടപ്പെട്ടു. യേശുക്രിസ്തുവിന് ഇവരുടെ കൂടെ പോയില്ല, അവിടെ മിസ്സായി. പിന്നെ അവർ തിരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തുവിനെ ഇവർക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അപ്പോൾ കണ്ടെത്തുമ്പോഴത്തേക്ക് യേശുക്രിസ്തുവിനോട് അമ്മ, അതായത് മറിയ, യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയ ചോദിക്കുന്ന കാര്യം ഇതാണ്. 48-ാം വാക്യം, 2:48, 2-ാമത്തെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 48-ാം വാക്യം തിരുവചനം. അതിന് അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞുവെന്ന് പറഞ്ഞു. അവൻ അവരോട്, അതായത് യേശു അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിലുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിങ്കൽ ഉള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അതായത് യേശുക്രിസ്തുവിൻ്റെ പിതാവെന്ന് പറയുന്നതും യൗസേപ്പല്ല എന്ന് യേശുക്രിസ്തു തന്നെ അവിടെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക.
എൻ്റെ പിതാവ് ദൈവമാണ്, സ്വർഗത്തിൽ ദൈവമാണ് എൻ്റെ പിതാവ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, ഞാൻ വന്നത് ആ സ്വർഗീയ കാര്യങ്ങളെ പറയാൻ വേണ്ടിയാണ് എന്നുള്ള ആ ഒരു ബോധ്യം അവർക്ക് കൊടുക്കുകയാണെങ്കിലും അങ്ങനെ പറഞ്ഞുവെങ്കിലും അവർ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അതായത് യേശു അവരോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. അതായത് ഇവിടം വരെ, അതായത് ഈ നമ്മൾ 31-ാം വാക്യം, ഈ 12 വയസ്സ് മുതൽ, അതായത് ഈ ശൈശവപ്രായം മുതൽ അവർ നസ്രത്തിലായിരുന്നു 12 വയസ്സ് വരെയും. അത് 12 വയസ്സിലാണ് ഇവിടെ വരുന്നത്, ജെറുസലേം ദേവാലയത്തിൽ പെരുന്നാൾ കൂടാൻ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് നസ്രത്തിൽ തന്നെയായിരുന്നു യേശുക്രിസ്തു. എവിടെയായിരുന്നു? നസ്രത്തിൽ തന്നെയായിരുന്നു. ഇവിടെ ആ വാക്യം പറയുന്നുണ്ട്. അപ്പം അവിടെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്നു അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ അവനക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പം അവിടെ നസ്രത്തിൽ തന്നെയായിരുന്നു അവർ. അപ്പം യൗസേപ്പ് പിതാവ് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് 2 പീരീഡ് കുറച്ചുണ്ട്. ഇവിടം കഴിഞ്ഞ, അതായത് 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ യേശുക്രിസ്തുവിനെ കാണുന്നത് 30-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അത് അത്രയും പീരീഡ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവില്ല. ചരിത്രത്തിൽ അറിവുണ്ട് അതിൻ്റെ, എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഈ രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഒരു അവതരണം നൽകുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. കാര്യം യേശുക്രിസ്തുവിനെ കൃത്യമായിട്ട് അറിഞ്ഞ് വേണം വിശ്വസിക്കുക. വിശ്വാസത്താലാണല്ലോ രക്ഷ നിൽക്കുന്നത്. കൃപയാലാണ് രക്ഷ, എങ്കിലും വിശ്വാസവും കൂടി നമ്മുടെ വിശ്വാസം അതിനകത്ത് ആഡ് ചെയ്യണം, എങ്കിലും അപ്പോഴാണ് ആ രക്ഷ പൂർണ്ണമാകുന്നത്. രക്ഷ കൃപയാൽ തന്നെയാണ്. അപ്പം അതിന് വിശ്വാസം, നമ്മുടെ വിശ്വാസം കൂടി അതിനകത്ത് വേണം. പ്രവൃത്തി വേണ്ട, വിശ്വാസം മാത്രം മതി. രക്ഷ കൃപയാലാണ്. അപ്പം കാര്യങ്ങളങ്ങനെ ഇവിടെ വന്നിട്ട് 12 കാര്യങ്ങൾ അവൻ്റെ അമ്മ ഹൃദയം വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. അപ്പോൾ ഈ 12 വയസ്സ് മുതൽ പിന്നെ 30 വയസ്സ് വരെയും അവർക്ക് കീഴടങ്ങിയിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഉള്ള ഏതോ ഒരു സമയത്ത് യൗസേപ്പ്, അതായത് യേശുവിൻ്റെ വളർത്തുപിതാവ് മരിച്ചു പോകാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അപ്പോൾ ഇവരുടെ കൈത്തൊഴിലെന്ന് പറഞ്ഞാൽ യൗസേപ്പിൻ്റെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാരം ഉണ്ടാക്കുക എന്നായിരുന്നു. അതായത് കാർപ്പൻ്റർ, ആശാരി, കാർപ്പൻ്ററാണ്. അപ്പോൾ ആ ജോലി യേശുക്രിസ്തു കൂടി അറിയാമായിരുന്നു. യേശുക്രിസ്തുവിന് മൂത്ത മകൻ ആദിജാതൻ, അതായത് മൂത്ത മകൻ കടിഞ്ഞൂൽ പുത്രൻ യേശുക്രിസ്തു ആയതുകൊണ്ട് യേശുക്രിസ്തുവിനും ആ പണി അറിയാമായിരുന്നു. വളർത്തുപിതാവിനോട് കൂടെ പോയിട്ട് അദ്ദേഹവും ആ പണി പഠിച്ചിരുന്നു. പിന്നീടുള്ള സമയത്ത്, അതായത് വളർത്തുപിതാവായ യൗസേപ്പ് പിതാവിൻ്റെ മരണശേഷം ആ കുടുംബത്തെ പോറ്റി പുലർത്തിക്കൊണ്ടിരുന്ന ഉത്തരവാദിത്വം മൂത്ത പുത്രനായ യേശുക്രിസ്തുവിലായിരുന്നതുകൊണ്ട് യേശുക്രിസ്തു ഈ 12 വയസ്സ് മരണശേഷം, അതായത് യൗസേപ്പ് പിതാവിൻ്റെ മരണശേഷം കുടുംബത്തെ നോക്കി നടത്തിയെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ ബാക്കിയുള്ള സമയങ്ങൾ 30 വയസ്സ് വരെയും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 30-ാമത്തെ വയസ്സിലാണ് പിന്നീട് നമുക്ക് യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം ഞാൻ ഈ എപ്പിസോഡ് ഇവിടം കൊണ്ട് നിർത്തുന്ന കാര്യം, നമുക്ക് ടൈമിൻ്റെ ആ ഒരിതുണ്ട്. ഇത് തന്നെ തുടർന്ന് യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്നുള്ളതിൻ്റെ ഇതിപ്പം നമ്മൾ ഇന്നലെ 1 ചെയ്ത് ഇന്നിപ്പോൾ രണ്ടാമതായി യേശുക്രിസ്തു അത് തന്നെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഇനി ഇതിൻ്റെ എ എന്ന ബി എന്ന ഇടാം. കാര്യം നമ്മൾ മറ്റൊരു എപ്പിസോഡുകൾ വരുമല്ല. യേശുക്രിസ്തു ആരെന്നുള്ളതിൻ്റെ എപ്പിസോഡ് അവിടെ നമ്മൾക്ക് 5-ാമത്തെ എപ്പിസോഡാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്നുള്ള ആ ഒരു വിഷയം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്നുള്ള വിഷയത്തിൽ 2-ാമത്തെ എപ്പിസോഡാണിത്. അടുത്ത എപ്പിസോഡ് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും, നാളെ ഉണ്ടാകും. നിങ്ങൾ കേൾക്കണം, കണ്ടിന്യൂ ചെയ്യണം. എങ്കിലേ അത് നിങ്ങൾക്ക് കൃത്യമായിട്ടിത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, യേശുക്രിസ്തുവിനെ അറിയാൻ പറ്റത്തുള്ളൂ. യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയണം. യേശുക്രിസ്തുവിനെ അറിയേണ്ടത് ദൈവത്തെ അറിയുക, ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും സാഫല്യമായ പരമപ്രധാനമായ കാര്യം. ക്രിസ്തുവിനെ അറിയുക, നിൻ്റെ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. വേറെ അത് കഴിഞ്ഞിട്ടല്ലാതെ കൊണ്ട് മറ്റൊന്നിനും ഒരു പ്രാധാന്യമില്ല. ഇതാണ് ഏറ്റവും അധികം നിൻ്റെ രക്ഷകനായ ക്രിസ്തുവിനെ, ദൈവത്തെ നീ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ അറിയുക. ദൈവം സഹായിക്കട്ടെ. രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ
ഇത് കേൾക്കുന്നവരാരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എൻ്റെ 1 മുതൽ 10 വരെയുള്ള ആ എപ്പിസോഡുകൾ രക്ഷിക്കപ്പെടുവാനുള്ള ദൈവിക സ്വർഗീയ സന്ദേശമാണ്. ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ, ദൈവിക സ്വർഗത്തിലെ ദൈവ സന്ദേശം, സദ്വാർത്ത ദൂതാണ്. അപ്പോൾ അത് കണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടണം. അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കാലിൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ പറ്റും. അപ്പോൾ രക്ഷിക്കപ്പെട്ടവന് അതിന് അവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്, അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അവരോടുള്ള സന്ദേശങ്ങളാണ് ഈ തുടർന്നുള്ള ഇതൊക്കെ വരുന്നത്. യേശുക്രിസ്തുവാണ് മർമ്മം, യേശുക്രിസ്തുവാണ് കേന്ദ്രബിന്ദു. എനിക്ക് നിങ്ങളോട് പറയുവാൻ മറ്റൊന്നുമില്ല. എൻ്റെ ദൈവത്തെക്കുറിച്ച്, എൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിനെക്കുറിച്ചും അണ്ഡഘടാകത്തിൻ്റെ സകലത്തിൻ്റെയും ഉടയവനും ഉത്തരവാദിയും ഉടമസ്ഥനുമായ സകലത്തിൻ്റെയും കാരണഭൂതനായ യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഇത് പറയുന്നത് ഞാനല്ല, എന്നെ അയച്ച ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഞാൻ വെറും മീഡിയേറ്റർ മാത്രമാണ്. സ്വർഗരാജ്യത്തിന് പകരമായി, സ്വർഗരാജ്യത്തിൻ്റെ സ്ഥാനാപതിയായി സ്വർഗീയ സന്ദേശം, നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ സന്ദേശം നിങ്ങളെ അറിയിക്കുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ് ഞാൻ. ആകയാൽ ഈ തിരുവചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ തിരുവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും 100 ഫലദായകമാകുവാൻ, നല്ല ഫലങ്ങൾ, നല്ല പ്രതിഫലം തരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ 100 മേനി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. എൻ്റെയും ജീവിതത്തിലും അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും നിങ്ങളുമായി ബന്ധപ്പെടുത്തിക്കുന്ന എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരേണമേ. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം. മാറാനാഥ.